വടകര ദേശീയപാതയ്ക്കായി മണ്ണ് നീക്കിയ കുഴിയിലെ കെട്ടിക്കിടക്കുന്ന മലിനജലം നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. വകാട് കമ്പനിയും വടകര നഗരസഭ അധികൃതരും നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത്. വടകര നഗരത്തിലെ പൊതു ഒഴുക്കുചാലുകളിൽ നിന്ന് മലിനജലവും ശുചിമുറി മാലിന്യങ്ങളും ഒഴുകിയെത്തി കരിമ്പനത്തോട് മലിനമാകുന്നത് തടയാൻ കർശന നടപടികളാണ് നഗരസഭ ആരംഭിച്ചിരിക്കുന്നത്. വടകര ദേശീയപാതയ്ക്കായി മണ്ണ് നീക്കിയ കുഴിയിലെ കെട്ടിക്കിടക്കുന്ന മലിനജലം നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. വകാട് കമ്പനിയും വടകര നഗരസഭ അധികൃതരും നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത്. നഗരത്തിലെ ഹോട്ടലുകളിൽ നിന്ന് ഉൾപ്പെടെ മാലിന്യങ്ങൾ പൊതു ഓവുചാലിലേക്ക് തുറന്നുവിടുന്നത് വ്യാപകമായതോടെയാണ് കർശന പരിശോധനയും നടപടികളുമായി അധികൃതർ രംഗത്തെത്തിയത്. 2 ദിവസങ്ങളിലായി നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ 5 ഹോട്ടലുകൾ ഉൾപ്പെടെ 6 സ്ഥാപനങ്ങൾക്ക് പിഴ ഉൾപ്പെടെ ചുമത്തി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ബുധനാഴ്ച നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗവും ആരോഗ്യ വിഭാഗവും സംയുക്തമായാണ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പരിശോധന നടത്തിയത്. സ്റ്റാൻഡിന് പടിഞ്ഞാറ് ഭാഗത്തെ ഓവുചാലിന്റെ സ്ലാബ് മാറ്റി അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ മുഴുവനായും നീക്കം ചെയ്യാനുള്ള പദ്ധതിക്കാണ് നഗരസഭ ഒരുങ്ങുന്നത്. എടോടി മുതൽ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വരെ റോഡിന് ഇരുവശത്തുമുള്ള ഓവുചാലിന്റെ സ്ലാബ് നീക്കി പരിശോധന നടത്തുന്നതിന് പൊതുമരാമത്ത് വകുപ്പിന്റെ അനുമതി തേടാൻ തീരുമാനിച്ചിട്ടുണ്ട്. നഗരപരിധിയിൽ നിന്നും യാതൊരു വിധത്തിലുള്ള മാലിന്യങ്ങളും കരിമ്പനത്തോട്ടിലേക്ക് ഒഴുക്കി എത്തുന്നില്ലെന്ന് ഉറപ്പാക്കാനുള്ള നടപടികളാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ദേശീയപാതയ്ക്കായി മണ്ണ് നീക്കിയ കുഴിയിലെ കെട്ടിക്കിടക്കുന്ന മലിനജലം നീക്കം ചെയ്യുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. പരിശോധനയിൽ നഗരസഭാ സെക്രട്ടറി DV സനൽകുമാർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അരുൺ ചന്ദ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ ജിതിൻ, ക്ലീൻ സിറ്റി മാനേജർ KP രമേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. നഗരസഭാ ചെയർപേഴ്സൺ PK ശശി, വൈസ് ചെയർപേഴ്സൺ KM ഷൈനി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ VK വിനു, EK രമണി തുടങ്ങിയവരും സ്ഥലത്തുണ്ടായിരുന്നു.